ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഈവനിങ് 5:45 നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി നടന്നിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പാടമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങോട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ. ഈ ഒരു പൂവുണ്ടല്ലോ ഇവിടെ നിറച്ചുണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പൂ, നല്ല ഭംഗിയാണത് കാണാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാടത്തേക്ക് വരാൻ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ. സാധാരണ ഇവിടെ പാടത്ത് ഇങ്ങനെ കുട്ടികൾ ഫുട്ബോൾ കളിക്കാനും ഒക്കെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്നാരും കാണുന്നില്ല. ചിലരിങ്ങനെ പാടത്ത് കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ അവിടെ ഒരു സൈഡിൽ അങ്ങനെ പോയിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ. ഇവിടെ ഇതാ ഒരു മരമുണ്ട്, ആ മരത്തിൽ ഞാൻ ചാരിയിരിക്കുകയാണ്. എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു കുളമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഫ്രണ്ടിലുള്ള ഈ കുളമൊക്കെ ഉണ്ടോ, അതൊക്കെ ഉണ്ട്. ആകെ മഞ്ഞ കളറായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പാടത്തുള്ള വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് അതിലാണ് നിറയുക. അപ്പോൾ ചളിവെള്ളമായിട്ട് കിടക്കുകയാണ് കേട്ടോ. സാധാരണ അതിലും ഇതുപോലെ കുട്ടികളൊക്കെ വന്ന് ചാടി കളിക്കുന്ന കാണാം. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നോക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ പാടത്തൊക്കെ. പിന്നെ അവിടെ കണ്ടം പൂട്ടൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഞാറൊക്കെ നടൽ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കത് ഭയങ്കര മിസ്സായിപ്പോയി. ഞാറ് നടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ചേച്ചിമാർ തന്നെയാണ് ഇവിടെ ഞാറൊക്കെ നടുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാനിവിടെ വരാറുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. 2-3 വർഷമായിട്ട് എനിക്കത് ഭയങ്കര മിസ്സായി പോയിട്ടുണ്ട്. അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവണില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞാൻ നടക്കുകയാണ്. പിന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പാടമുണ്ടല്ലോ കുറേ ഏക്കർ കണക്കിന് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഏകദേശം പകുതി മുക്കാൽ ഭാഗവും ഞാറ് നടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ഭാഗം കൂടെ നടാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു മഴ വരാൻ ഇപ്പോൾ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് കാണുന്ന മലയില്ലേ, അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട് തോന്നുന്നു കുറേ ഇങ്ങനെ ഈ തവളകളുടെയും ചീവീടിൻ്റെയും പിന്നെ കുറേ പ്രാണികളുടെയൊക്കെ സൗണ്ട് നല്ലോണ്ട് കേട്ടോ. ഈ കാണുന്ന ഞണ്ടുണ്ടല്ലോ, അതിന് ജീവനില്ല കേട്ടോ. ഞാൻ കുറേ നേരം ഇങ്ങനെ അനക്കാൻ നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. പിന്നെ ഇപ്പുറത്തൊക്കെ കുറേ മടകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ കാലിലുള്ള ചപ്പൽ കാല് മൊത്തമായിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. അങ്ങനെ ഞാനിതാ മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ കാണുന്ന മല ഉണ്ടല്ലോ, അത് നാറാണത്ത് ഭ്രാന്തൻ്റെ മലയാണ്. ഇപ്രാവശ്യത തുലാം 1 മലകയറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സിറ്റിയിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, ആ ഒരു വൈബാണ് ചെന്ന് കഴിഞ്ഞാൽ. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നാറാണത്ത് ഭ്രാന്തൻ്റെ മലയിൽ കയറിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അതും ഇതുപോലെ ഏകദേശം ഒരു 5-6 വർഷം മുന്നെയാണ് ഞാൻ മലകയറ്റത്തിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഓരോരോ സാഹചര്യങ്ങളുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇപ്രാവശ്യം പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും 1-ാം തീയതി പോകാൻ പറ്റുമോയെന്നറിയില്ല, പക്ഷേ 2-ാം തീയതിയെങ്കിലും പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 1-ാം തീയതി ഭയങ്കര തിരക്കായിരിക്കും. പണ്ടൊക്കെ നമ്മൾ മല കയറിയിരുന്നത് ഒരു സൈഡിലൂടെ ആയിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ സ്റ്റെപ്പുകളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പുല്ലും അതുപോലെ പാറക്കെട്ടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സുഖമായിട്ട് കയറാം. പക്ഷേ എന്നാൽ കൂടെ 1-ാം തീയതിയൊക്കെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ കഥയൊക്കെ പറയണതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചാലുണ്ട് കേട്ടോ. അവിടെ അത് ഒരു നീർക്കോലി ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. പിന്നെ ഈ പാടത്ത് വരുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കക്ഷികളാണ് ഇവരൊക്കെ കേട്ടോ. ഇവിടെ കുറേ തവളകളും ചേരയും നീർക്കോലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. ഗൈസ്, എൻ്റെ ഫേസൊക്കെ ഒരു യെല്ലോ കളറായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, സൂര്യപ്രകാശമല്ല, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ലൈറ്റ് എൻ്റെ ഫേസിലോട്ട് അടിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അവിടെ അടിപൊളി വൈബാണ്. ഇവിടെ എന്താ ഒരു ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പം ഞാനിവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിൽ നിന്ന് മയിൽ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ ഹിന്ദിക്കാരൊക്കെ ഉണ്ട്. ജോലി കഴിഞ്ഞ് പോവാണ് അവരൊക്കെ. അപ്പോൾ പിന്നെ ഞാനും തിരിച്ച് വീട്ടിൽ പോവാണ്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വാക്ക് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.